നമസ്കാരം. സൺലൈറ്റ് സോളാർ എനർജി സൊല്യൂഷൻസിൻ്റെ MD എൻ്റെ ഒരു വിജു. കൃത്യമായ ടൈമിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് എനിക്കറിയാം. നിങ്ങൾക്ക് ₹1 മുടക്കാതെ നിങ്ങൾക്ക് സോളാർ പ്ലാന്റ് ചെയ്യാം. നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും നിങ്ങളുടെ പേരിലേക്ക് നമ്മൾ ലോൺ ചെയ്ത് തരുന്നതായിരിക്കും. ബാക്കി എമൗണ്ട് നിങ്ങൾക്ക് 78,000 രൂപ സബ്സിഡി കിട്ടുമ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. സോളാറിൻ്റെ ബാലൻസ് പേയ്മെൻറ്റ് അടയ്ക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അടയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോണിലേക്ക് വരവയ്ക്കാൻ പറ്റും. അപ്പം നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു സോളാർ പ്ലാന്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 78,000 രൂപ സബ്സിഡി കിട്ടത്തുള്ളൂ. അത് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതിനെന്താണ് വേണ്ടത്? നമ്മുടെ ഇന്ത്യൻ മേക്ക് പാനൽ, നമ്മുടെ ടോപ്പ് കോൺ പാനലുകൾ, ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി കിട്ടുന്ന പാനലുകൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണമുണ്ട്. അതായത് നമുക്ക് നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ല് സേവ് ചെയ്യാം, ഗ്യാസ് സേവ് ചെയ്യാം, പ്ലസ് നമുക്ക് എല്ലാ വർഷവും നമുക്ക് KSEBിൽ നിന്ന് ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അത് സാലറി എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ അതിന് വേണ്ടി ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം തന്നെ ഇതാരുടെ പേരിലാണ് KSEBിലെ കണക്ഷൻ, അതിൻ്റെ ഓണറിൻ്റെ ഏജ് 65-നകത്താണോ, അതോ 65-നും 75-നും അകത്താണെന്നുണ്ടെങ്കിൽ മക്കളോ മരുമക്കളോ ആരെങ്കിലും ഒരാൾ കോപ്ലിക്കൻ്റായിട്ട് നിൽക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ വേണ്ടിയെന്ന് പറഞ്ഞാൽ KSEBിലെ കണക്റ്റഡ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീന്, ഫാന്, പ്ലഗ്, ഇങ്ങനെയുള്ളതിന് ഒരു കണക്റ്റഡ് ലോഡെന്ന് പറയും. അതായത് നമ്മൾ എത്രമാത്രം ലോഡ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇതിനെ ബേസിൽ നോക്കിയിട്ടാണ് നമുക്ക് ഈ സോളാർ പ്ലാന്റ് നമുക്ക് വയ്ക്കാൻ പറ്റുന്നത്. ഓക്കെ, താങ്ക് യു.